നമ്മൾ ജീവിക്കുന്നത് ആ സമയത്താണ് റഹ്മത്തിന്റെ പത്തടങ്ങുന്ന നോമ്പ് നമ്മളിലേക്ക് വന്നത്. റബ്ബ് തന്നാലേ കരുണ നമുക്കുണ്ടാവുകയുള്ളൂ, അല്ലാതെ ഒരു സ്ഥലത്തൊന്നും കരുണ നമുക്കുണ്ടാകിട്ടുകയില്ല. ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. അതെ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. അതേത് മതമില്ല, ജാതിയില്ല. അക്രിം ജാറക വലൗ കാന കാഫിറാ. നിന്റെ അയൽവാസി അതാ പട്ടിണി കിടക്കുകയാണ്. ആ അയൽവാസി ആരാവട്ടെ, മുസ്ലിമാകട്ടെ അമുസ്ലിമാവട്ടെ, ജോസഫാവട്ടെ ഗോപാലനാകട്ടെ, നാരായണിയാകട്ടെ സുലോചനയാവട്ടെ, ഫാത്തിമയാകട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, നീ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവനാണോ? നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണോ? നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന അയൽവാസി നിന്റെ തൊട്ടടുത്തുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറയുന്ന ഫലൈസ മിന്നാ, അവൻ നമ്മളിൽ പെട്ടവനല്ലെന്ന് പറഞ്ഞ നബി തങ്ങൾ പറയുന്നു, നീ അതാ മതം നോക്കേണ്ട അയൽവാസിയെ ബഹുമാനിക്കണം, ജാതി നോക്കേണ്ട അയൽവാസിയെ ബഹുമാനിക്കണം. സത്യങ്കര ധർമ്മഞ്ചര മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. അതേ നിങ്ങൾ നോക്ക്, അതേ മതമില്ല, ജാതിയില്ല, സത്യം പറയണം, കരുണയോടെ പെരുമാറണം. അതേ ഗുരുവിനെ സ്നേഹിക്കണം, അച്ഛനെ അതേ വാപ്പയെ ബഹുമാനിക്കണം, ഉമ്മയെ അമ്മയെ സ്നേഹിക്കണം. സുബ്ഹാനല്ലാഹ്, സത്യങ്കര ധർമ്മഞ്ചര മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ. നിന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥി അതാരായാലും, അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും, അത് ആരായാലും ഒന്നുമില്ലാത്തവനാണെങ്കിലും അവനെ നീ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച മതങ്ങളല്ലേ ഇവിടെയുള്ളത്. എല്ലാ മതങ്ങളും ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഒരു മതവും വൈരാഗ്യത്തെ പഠിപ്പിക്കുന്നില്ല, വിദ്വേഷത്തെ പഠിപ്പിക്കുന്നില്ല, വെറുപ്പിനെ പഠിപ്പിക്കുന്നില്ല, കൊലയെ പഠിപ്പിക്കുന്നില്ല, അക്രമത്തെ പഠിപ്പിക്കുന്നില്ല. എല്ലാ മതവും സന്തോഷമാണ്, എല്ലാ മതവും സ്നേഹമാണ്, എല്ലാ മതവും സഹിഷ്ണുതയുള്ള മതമാണ്, എല്ലാ മതവും ഐക്യത്തിന്റെ മതമാണ്, സ്നേഹത്തിന്റെ മതമാണ്, സന്തോഷത്തിന്റെ മതമാണ്. മതം അറിയാത്തവർ മതത്തെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, കരുണ റബ്ബ് തരണം. ആ റബ്ബ് തന്നാലല്ലാതെ സുബ്ഹാനല്ലാഹ് കരുണ ഒരാളുടെ ഹൃദയത്തിലും ഉണ്ടാകില്ല. അല്ലാഹു സൃഷ്ടിച്ച 100 കാരുണ്യത്തിൽ നിന്ന് ഒന്ന് മാത്രമേ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. റഹ്മത്തുൻ വാഹിദ, റഹ്മത്തുൻ വാഹിദ. ഇന്നല്ലാഹ തആല മിഅത റഹ്മ അൻസല മിന്നാ റഹ്മത്തുൻ വാഹിദ. അതേ 100ൽ നിന്ന് ഒരു കരുണ മാത്രമാണ് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയത്. എന്നിട്ട് പറയുന്നു, ആ ഒന്നുകൊണ്ടാണ് ഭൂവാസികൾ മൊത്തവും കാരുണ്യം കാണിക്കുന്നത്. വാപ്പ ഉമ്മയോട്, ഉമ്മ വാപ്പയോട്, ചേട്ടൻ അനുജനോട്, അനുജൻ ചേട്ടനോട്, ശിഷ്യൻ ഗുരുവിനോട്, ഗുരു ശിഷ്യനോട്, മക്കള് മാതാപിതാക്കളോട്, മാതാപിതാക്കള് മക്കളോട്, അയൽവാസി അയൽവാസിയോട്, കുടുംബക്കാര് കുടുംബത്തോട്, ഇങ്ങനെ തുടങ്ങി എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ്, ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ്. പാവപ്പെട്ടവൻ പാവം മുതലാളിമാര് പാവപ്പെട്ടവരോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് സക്കാത്തിന്റെ പണിവിടെ നടക്കുന്നത്, സദഖ നടക്കുന്നത്. ബാക്കിയുള്ള 99ഉം അതേ 100ൽ നിന്ന് 1 കഴിഞ്ഞാൽ 99ഉം അതേ സുഹൃതരായ വിശേഷാൽ അടിമകൾക്ക് പരലോകത്ത് ആസ്വദിക്കാൻ 99 റഹ്മത്ത് മഹ്ശറിലേക്ക് അതേ മാറ്റി വെച്ചതാണ്. അതിൽ നിന്ന് 100ൽ നിന്ന് ഒരൊറ്റ റഹ്മത്തല്ലേ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയത്. ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് ഞാൻ കാരുണ്യമുള്ളവനാകുന്നത്. നിങ്ങൾ
നിങ്ങൾ കാരുണ്യമുള്ളവനാകുന്നത്. അതെ അതെ കോഴിക്കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കുന്നത്, താൽക്കാലി മൃഗങ്ങൾ അവരുടെ കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നത്, ഉമ്മ മക്കളോട് കാരുണ്യം കാണിക്കുന്നത്, മക്കൾ ഉമ്മയോട് കാരുണ്യം കാണിക്കുന്നത്. ഈ കാരുണ്യം എടുത്തു കളഞ്ഞാൽ, ഈ കാരുണ്യം അങ്ങെടുത്ത് കളഞ്ഞാൽ ഞാനും നിങ്ങളും മനുഷ്യനല്ല. എന്റെ മനസ്സിൽ കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ മനസ്സ് വരില്ല. മുത്തുനബി പഠിപ്പിച്ചതെന്താണ്? എന്റെ സഹോദരനോട് ഈ പുഞ്ചിരിക്കൽ സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ കൂട്ടുകാരനോട്, നിന്റെ ഫ്രണ്ടിനോട്, നിന്റെ സഹപാഠിയോട് ഈ പുഞ്ചിരിക്കൽ സദഖയാണെന്ന് പഠിപ്പിച്ച നബി മതം പറഞ്ഞില്ല, ജാതി പറഞ്ഞില്ല, കളറ് പറഞ്ഞില്ല. ഏതൊരാളാണെങ്കിലും അവനോട് പുഞ്ചിരിക്കണം, അവനോട് സ്നേഹവാത്സല്യത്തോടെ പെരുമാറണം. ഇത് എങ്ങനെ വരും? പുഞ്ചിരി വരുന്നത് എവിടെ നിന്നാണ്? മനസ്സിൽ കരുണയുണ്ടെങ്കിലാണ് പുഞ്ചിരി വരിക. മനസ്സിൽ കരുണയില്ലാത്തവനെ പുഞ്ചിരി വരൂല്ല. അതേ പുഞ്ചിരി സദഖയാണെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ. അധികം മനോഹരനോഹറുള്ള അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അകത്തിദയാലു ഹബീബുല്ലാഹ് ആദരവായ റസൂലുള്ളാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബദറിലുമേറിയവൻ നൂറേ, പർവ്വതകൻ നബികൾ സീറേ, ബർക്കത്ത് നിറഞ്ഞ ശഫീഉറേ, ആദരവായ റസൂലുള്ളാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കരുണയില്ലാത്ത മനസ്സിൽ നിന്ന്, കരുണയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് സ്നേഹം വരികയില്ല. സ്നേഹം വന്നില്ലെങ്കിൽ പുഞ്ചിരി വരൂല്ല, പുഞ്ചിരി വരൂല്ല. അതുകൊണ്ട് ഉമ്മ, അതുകൊണ്ട് പെങ്ങളെ, അതുകൊണ്ട് മോമിനീങ്ങളെ, അതുകൊണ്ട് രക്ഷിതാക്കളെ, അതുകൊണ്ട് ഉമ്മമാരെ റഹ്മത്ത് ചോദിച്ചോ. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. പഠിച്ചോനെ ഞങ്ങളെ കൽബിൽ റഹ്മത്തിട്ട് കൊണ്ട് അല്ലാഹ്, ഞങ്ങളെ വീട്ടിൽ റഹ്മത്തിട്ട് കൊണ്ട് അല്ലാഹ്, ഞങ്ങളെ കുടുംബത്തിൽ റഹ്മത്തിട്ട് കൊണ്ട് അല്ലാഹ്, ഞങ്ങളെ അയൽവാസികളിൽ റഹ്മത്തിട്ട് കൊണ്ട് അല്ലാഹ്, ഞങ്ങളെ ജേഷ്ഠത്തി അനുജത്തിമാരിൽ റഹ്മത്ത് തരണം അല്ലാഹ്, ഞങ്ങളെ ജേഷ്ഠാനുജന്മാരിൽ റഹ്മത്ത് തരണം അല്ലാഹ്, ഞങ്ങളെ റൂമിൽ താമസിക്കുന്ന സഹപാഠികളിൽ റഹ്മത്ത് തരണം അല്ലാഹ്.